എല്ലാവർക്കും PSC പസിലിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ 6 പാർട്ട് 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 42ാമത്തെ ക്വസ്റ്റ്യൻ, പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, വിസരണം. SCERT പ്രകാരം പ്രകീർണനമാണ് ആൻസറായിട്ട് വരേണ്ടത്. പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം പ്രകീർണനമാണ് എന്നാണ് SCERTയിലുള്ളത്. പക്ഷേ PSC ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത് വിസരണമാണ്. അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്നാൽ ഒരു സുതാര്യ മാധ്യമത്തിൽ നിന്നും പ്രകാശിത സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പതിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഇതാണ് അപവർത്തനം. വിസരണം പ്രകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനം. ആകാശവും കടലും നീല നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം വിസരണം. പ്രകാശം അന്തരീക്ഷവായുവിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനമാണ് വിസരണം. ആകാശവും കടലും നീല നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം വിസരണമാണ്. പൂർണ്ണാന്തര പ്രതിപതനം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിപതിക്കുന്നതാണ് പൂർണ്ണാന്തര പ്രതിപതനം. പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിപതിക്കുന്നതാണ് പൂർണ്ണാന്തര പ്രതിപതനം. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം പൂർണ്ണാന്തര പ്രതിപതനം. ശരീരത്തിൻ്റെ ആന്തരിക ഭാഗങ്ങൾ വീക്ഷിക്കാനായി വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന പ്രതിഭാസം പൂർണ്ണാന്തര പ്രതിപതനം. ഉപകരണം എൻഡോസ്കോപ്പ്. എൻഡോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തര പ്രതിപതനം. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തര പ്രതിപതനം. എൻഡോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തര പ്രതിപതനം. 43ാമത്തെ ക്വസ്റ്റ്യൻ, ലോ ഓഫ് ഇനേഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ, ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമമാണ് ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്നത്. ജഡത്വത്തിന് കാരണം ബലത്തിന് വ്യക്തമായ നിർവചനം നൽകുന്നതും ഒന്നാം ചലന നിയമമാണ്. ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമമാണ് ജഡത്വത്തിന് കാരണം. ബലത്തിന് വ്യക്തമായ നിർവചനം നൽകുന്നതും ഒന്നാം ചലന നിയമത്തിലാണ്. രണ്ടാം ചലന നിയമത്തിൽ നിന്നും രൂപപ്പെട്ട ബലത്തിൻ്റെ സമവാക്യമാണ് F=ma. F=ma എന്നുള്ളത് രണ്ടാം ചലന നിയമത്തിൽ നിന്നും രൂപപ്പെട്ട ബലത്തിൻ്റെ സമവാക്യമാണ്. റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണം ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമമാണ്. മൂന്നാം ചലന നിയമമാണ് റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണം. തോണി തുഴയുന്നത്, ജലാശയങ്ങളിൽ നീന്താൻ കഴിയുന്നത്, തോക്കിൻ്റെ റീകോയിൽ എന്നിവയെല്ലാം മൂന്നാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ, ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം എന്ത്? ഓപ്ഷൻ സി ആണ് ആൻസർ, പാസ്കൽ നിയമം. പാസ്കൽ നിയമമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം. ബെർണൂളിസ് തത്വം. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു എന്നതാണ് ബെർണൂളിസ് തത്വം. ആവിഷ്കരിച്ചത് സ്വിറ്റ്സർലൻഡുകാരനായ ബെർണൂളി എന്ന ശാസ്ത്രജ്ഞനാണ്. ബെർണൂളിസ് തത്വം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ: വിമാനം വായുവിൽ ശരിയായി പറക്കുന്നത്, ഫിൽട്ടർ പമ്പുകൾ, പെർഫ്യൂമുകളിലെ സ്പ്രേയർ, കീടനാശിനി തളിക്കാനുള്ള സ്പ്രേയർ, ബൺസൺ ബർണർ എന്നിവയാണ്. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു എന്നതാണ് ബെർണൂളിസ് തത്വം. ബെർണൂളി എന്ന ശാസ്ത്രജ്ഞനാണ് ആവിഷ്കരിച്ചത്. ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ: വിമാനം വായുവിൽ ശരിയായി പറക്കുന്നത്, ഫിൽട്ടർ പമ്പുകൾ, പെർഫ്യൂമുകളിലെ സ്പ്രേയർ, കീടനാശിനി തളിക്കാനുള്ള സ്പ്രേയർ, ബൺസൺ ബർണർ.
ആർക്കിമിഡീസ് തത്വം. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന തത്വമാണ് ആർക്കിമിഡീസ് തത്വം. മുങ്ങിക്കിടക്കുന്ന വസ്തുവിൻ്റെ സാന്ദ്രത ദ്രവത്തേക്കാൾ കൂടുതലാണെങ്കിൽ വസ്തു താഴ്ന്നു പോകും. കാരണം വസ്തുവിൻ്റെ ഭാരം മുകളിലേക്കുള്ള ബലത്തേക്കാൾ കൂടുതലാണ്. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന തത്വമാണ് ആർക്കിമിഡീസ് തത്വം. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. പ്രകാശരശ്മികൾ, അൾട്രാവയലറ്റ് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ തുടങ്ങിയവ ചില ലോഹങ്ങളിൽ പതിക്കുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കപ്പെടുന്ന പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. സോഡിയം, പൊട്ടാസ്യം, സീസിയം, സിങ്ക് തുടങ്ങിയ മൃദുലോഹങ്ങളിൽ പതിക്കുമ്പോഴാണ് ഇലക്ട്രോണുകൾ ഉത്സർജിക്കപ്പെടുന്നത്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വിശദീകരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വിശദീകരിച്ചതിന് ഐൻസ്റ്റീന് നോബൽ സമ്മാനം ലഭിച്ച വർഷം 1921. പ്രകാശത്തിൻ്റെ വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത പ്രകാശ പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. പ്രകാശരശ്മികൾ, അൾട്രാവയലറ്റ് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ തുടങ്ങിയവ സോഡിയം, പൊട്ടാസ്യം, സീസിയം, സിങ്ക് തുടങ്ങിയ ലോഹങ്ങളിൽ പതിക്കുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കപ്പെടുന്ന പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. വിശദീകരണം നൽകിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. വിശദീകരിച്ചതിന് ഐൻസ്റ്റീന് നോബൽ സമ്മാനം ലഭിച്ചത് 1921. 45-ാമത്തെ ക്വസ്റ്റ്യൻ. ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, വന്ദേ ഭാരത് എക്സ്പ്രസ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ. 46-ാമത്തെ ക്വസ്റ്റ്യൻ. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിൻ്റെ പേര് എന്ത്? ഓപ്ഷൻ എ ആണ് ആൻസർ, വിക്രം. വിക്രം എന്നാണ് ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിൻ്റെ പേര്. ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19-നാണ്. 1975 ഏപ്രിൽ 19-നാണ് ആര്യഭട്ട വിക്ഷേപിച്ചത്. 47-ാമത്തെ ക്വസ്റ്റ്യൻ. ആധുനിക ആവർത്തന പട്ടികയിലെ ആറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിൻ്റെ പേര് എന്ത്? ഓപ്ഷൻ എ ആണ് ആൻസർ, ഓഗനിസൺ. ഓഗനിസൺ എന്നാണ് ആധുനിക ആവർത്തന പട്ടികയിലെ ആറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിൻ്റെ പേര്. അവസാനമായി കണ്ടുപിടിക്കപ്പെട്ട മൂലകം ഓഗനിസൺ ആണ്. ഓഗനിസൺ ആണ് അവസാനമായി കണ്ടുപിടിക്കപ്പെട്ട മൂലകം. ഏഷ്യയിൽ നിന്നും കണ്ടെത്തിയ ഏക മൂലകമാണ് നിഹോണിയം. നിഹോണിയമാണ് ഏഷ്യയിൽ നിന്നും കണ്ടെത്തിയ ഏക മൂലകം. 113-ാമത്തെ മൂലകം നിഹോണിയം. 114 ഫ്ലറോവിയം, 115 മോസ്കോവിയം, 116 ലിവർമോറിയം, 117 ടെന്നസിൻ, 118 ഓഗനിസൺ. ഓഗനിസൺ 118-ാമത്തെ മൂലകമാണ്. 48-ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്വാ റീജിയ ലഭിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, 1HNO3:3HCl. 1HNO3:3HCl എന്ന നിശ്ചിത അനുപാതത്തിലുള്ള ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്വാ റീജിയ ലഭിക്കുന്നത്. ഗാഢ നൈട്രിക് ആസിഡും ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 എന്ന അനുപാതത്തിൽ ചേർത്താണ് അക്വാ റീജിയ നിർമ്മിച്ചിരിക്കുന്നത്. 49-ാമത്തെ ക്വസ്റ്റ്യൻ. ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ തന്നിരിക്കുന്നു. അതിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഹെൻറി മോസ്ലി ആറ്റോമിക നമ്പർ, മെൻഡലിയേവ് ആറ്റോമിക മാസ്, ന്യൂലാൻഡ്സ് അഷ്ടക നിയമം, ഡൊബറൈനർ ത്രികങ്ങൾ. ഹെൻറി മോസ്ലി ആറ്റോമിക നമ്പർ, മെൻഡലിയേവ് ആറ്റോമിക മാസ്, ന്യൂലാൻഡ്സ് അഷ്ടക നിയമം, ഡൊബറൈനർ ത്രികങ്ങൾ. 50-ാമത്തെ ക്വസ്റ്റ്യൻ. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, ക്രോമിയം.
ക്രോമിയമാണ് ഏറ്റവും കാഠിന്യമുള്ള ലോഹം. ഏറ്റവും കൂടുതൽ സാന്ദ്രതയും ഭാരവുമുള്ള ലോഹമാണ് ഓസ്മിയം. ഏറ്റവും കൂടുതൽ സാന്ദ്രതയും ഭാരവുമുള്ള ലോഹമാണ് ഓസ്മിയം. മഴവിൽ ലോഹം ഇറിഡിയമാണ്. ഇറിഡിയമാണ് മഴവിൽ ലോഹം. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം മെർക്കുറിയാണ്. ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള ലോഹം മെർക്കുറിയാണ്, -39°C. ക്വിക്സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ്. 51ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ബോയിൽ നിയമം അനുസരിക്കാത്ത ഗ്രാഫ്. ബാക്കിയുള്ളവയെല്ലാം ബോയിൽ നിയമം അനുസരിക്കുന്ന ഗ്രാഫുകളാണ്. പി എന്നാൽ മർദ്ദം, വി എന്നാൽ വ്യാപ്തം. PV എന്ന് പറയുന്നത് ഒരു സ്ഥിരാങ്കമാണ്, കോൺസ്റ്റൻ്റ് ആണ്. ബോയിൽ നിയമത്തിൽ താപനില എപ്പോഴും സ്ഥിരമായിരിക്കും. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലാണ് ബോയിൽ നിയമത്തിൽ വരിക. മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു. P വേഴ്സസ് V എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻ ബിയിൽ കാണുന്ന ഗ്രാഫാണ്. മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും. വക്രരേഖയിലുള്ള ഗ്രാഫാണ് അപ്പോൾ ലഭിക്കുക. അതാണ് ഓപ്ഷൻ ബിയിൽ കാണിച്ചിരിക്കുന്ന P വേഴ്സസ് V എന്ന ഗ്രാഫ്. P വേഴ്സസ് 1/V എന്ന ഗ്രാഫ് ഓപ്ഷൻ സിയിൽ കാണുന്ന ഗ്രാഫാണ്. മർദ്ദം കൂടുമ്പോൾ 1/V കൂടുന്നു എന്നാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. PV വേഴ്സസ് PV എന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുന്ന ഗ്രാഫാണ്. ഇത്തരത്തിൽ 3 ഗ്രാഫുകളാണ് ബോയിൽ നിയമം അനുസരിക്കുന്ന ഗ്രാഫുകൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് P വേഴ്സസ് V എന്ന ഗ്രാഫുകൾ 2 ഉണ്ട്. അതിൽ വക്രരേഖയിലുള്ള ഗ്രാഫാണ് ബോയിൽ നിയമം അനുസരിക്കുന്നത്. 52ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ നൽകിയിരിക്കുന്നതിൽ SK പൊറ്റക്കാടിൻ്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ. വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എൻ്റെ വഴിയമ്പലങ്ങൾ എന്നിവയാണ് SK പൊറ്റക്കാടിൻ്റെ രചനകൾ. വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എൻ്റെ വഴിയമ്പലങ്ങൾ. 53ാമത്തെ ക്വസ്റ്റ്യൻ. ഋഷ്യശൃംഗനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത്? ഓപ്ഷൻ സി ആണ് ആൻസർ. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ രചിച്ച നാടകമാണ് ഋഷ്യശൃംഗനും അലക്സാണ്ടറും. 54ാമത്തെ ക്വസ്റ്റ്യൻ. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം? ഓപ്ഷൻ ബി ആണ് ആൻസർ. 87.58 മീറ്റർ. 87.58 മീറ്ററാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കാൻ താണ്ടിയ ദൂരം. 55ാമത്തെ ക്വസ്റ്റ്യൻ. ഗബ്രിയേൽ ഗാർസിയ മാർക്കൂസിൻ്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവൽ? ഓപ്ഷൻ ബി ആണ് ആൻസർ. അണ്ടിൽ ഓഗസ്റ്റ്.